ആ ചോദ്യത്തിന് ഉത്തരമാണ് ജെൻസി മനസ്സിലാക്കാനുള്ളത്. നമ്മൾ കാണുന്ന എല്ലാ പദാർത്ഥങ്ങളും എല്ലാ വസ്തുക്കളും പാക്കറ്റ് ഓഫ് എനർജി ആണെന്നാണ് അവർ പറയുന്നത്. അതെ അതെ അതെ. നമ്മൾ ഇലക്ട്രോണിക് എക്യുപ്മെന്റ് മേടിച്ച് വീട്ടിൽ വെക്കുന്നത് പോലെ അവരവരുടെ ശരീരത്തിൽ ഘടിപ്പിക്കാവുന്ന സിമ്പിളായിട്ടുള്ള ഒരു റെഡിമെയ്ഡ് സാധന പദ്ധതിയാണ് രുദ്രാക്ഷം. ഇലക്ട്രിസിറ്റിയിൽ ഉപയോഗിക്കുന്ന നമ്മുടെ ബോർഡുകളിലും പി സി ബികളിലും ഉപയോഗിക്കുന്ന വസ്തുവാണ് സ്വർണം, വെള്ളി, ചെമ്പ് എന്നുള്ളത്. ഒരു ഗുരു നമ്മുടെ കൂടെ തന്നെയുള്ള പ്രയോജനമാണ് രുദ്രാക്ഷത്താൽ ലഭിക്കുന്നത്. അവരുടെ കൂടെ ഈശ്വരൻ കൂടെ വന്ന് നിന്നാലോ? ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും മൈഥുനം ചെയ്യുമ്പോഴും മത്സ്യം കഴിക്കുമ്പോൾ, മാംസം കഴിക്കുമ്പോൾ, മദ്യപാനം ചെയ്യുമ്പോൾ, ചണ്ടാളന്മാരോട് സഹവസിക്കുമ്പോൾ നിർബന്ധമായി രുദ്രാക്ഷം ധരിക്കണം എന്നാണ് എഴുതിയേക്കണേ. സയന്റിഫിക് ആയിട്ടാണ് പറഞ്ഞത്. പുച്ഛം പുച്ഛേന യോജിയേത്, മുഖം മുഖേന യോജിയേതെന്ന് ദേവി ഭാഗവതം പറഞ്ഞു. ഏകമുഖ രുദ്രാക്ഷം പ്രകൃതിയിൽ ഒരു 2000 വർഷമെങ്കിലായിട്ട് ലഭ്യമല്ല. നമസ്കാരം. ഇന്ന് നമ്മുടെ കൂടെ ഉള്ളത് ശ്രീ NG മുരളിയാണ്. അദ്ദേഹം റേക്കി ഗ്രാൻഡ് മാസ്റ്ററാണ്. കൂടാതെ കേരളത്തിനെ രുദ്രാക്ഷം ധരിപ്പിച്ച ആൾ എന്നൊരു വിശേഷം കൂടി അദ്ദേഹത്തിനുണ്ട്. സർ, ഇന്ന് നമുക്ക് നിത്യജീവിതത്തിലെ രുദ്രാക്ഷത്തിൻ്റെ പ്രാധാന്യത്തെപ്പറ്റി ഞങ്ങൾക്ക് അറിയണമെന്നുണ്ട്. എന്താണ് രുദ്രാക്ഷം? രുദ്രാക്ഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മരത്തിൻ്റെ കായാണെന്ന് എല്ലാവർക്കും ഇപ്പോൾ അറിയണ്ടാവും. അത് നേപ്പാളിലുണ്ടാവുന്ന ഒരു മരം. ആ നേപ്പാളിൽ നിന്ന് പിന്നെ കേരളത്തിലെ പല സ്ഥലത്ത് വരെയും മരങ്ങൾ നട്ടുപിടിപ്പിച്ചെടുത്തിട്ടുണ്ട് നമ്മൾ. പക്ഷേ നമ്മുടെ പുരാണങ്ങളിലെല്ലാം പറയുന്നത് നേപ്പാളിലാണ് രുദ്രാക്ഷം ഉണ്ടാവണമെന്നാണ്. അത് പുരാണത്തിലെ കഥയുമായി ബന്ധപ്പെട്ട് ശിവൻ ത്രിപുരന്മാരെ വധിക്കാൻ വേണ്ടിയിട്ട് 1000 വർഷക്കാലം തപസ് ചെയ്ത് അത് സാധിച്ചതിന് ശേഷം അദ്ദേഹം കണ്ണ് ചിമ്മിയുള്ളൂ. ആ കണ്ണ് ചിമ്മിയപ്പോൾ കണ്ണിൽ നിന്നും തെറിച്ചു വീണ കണ്ണുനീർ തുള്ളികൾ രുദ്രാക്ഷ വൃക്ഷങ്ങളായി, അതിൽ നിന്ന് ഉത്ഭവിച്ച പഴങ്ങൾ രുദ്രാക്ഷ കായകളായി. അത് മുഴുവൻ ജനങ്ങളുടെയും ഉന്നമനത്തിന് വേണ്ടിയിട്ട് ഭഗവാൻ തൻ്റെ നേത്രങ്ങളെ തന്നെ അവർക്ക് വേണ്ടി, അവരുടെ സംരക്ഷണത്തിന് വേണ്ടി, സുരക്ഷയ്ക്ക് വേണ്ടി അദ്ദേഹം ദാനം ചെയ്തതാണ് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ. ആ രുദ്രാക്ഷ കായകൾ അദ്ദേഹത്തിൻ്റെ നേത്രമാണ്. നേത്രത്തുള്ളികൾ, കണ്ണുനീർ തുള്ളികൾ എന്നതിനേക്കാൾ അപ്പുറത്ത് അദ്ദേഹത്തിൻ്റെ നേത്രം തന്നെയാണ്. ശിവന്റെ നേത്രം. ശിവന്റെ നേത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ നമുക്ക് എടുക്കേണ്ടത് എങ്ങനെയാണ്? അത് റഡാറാണ്. എല്ലാത്തിനെയും കാണുന്ന ദിവ്യ ദൃഷ്ടിയാണ്. ആ ദൃഷ്ടിയാണ് സർവ്വജനങ്ങൾക്കും വേണ്ടിയിട്ട് രുദ്രാക്ഷ കായകളായി മാറിയേക്കുന്നത്. അപ്പോൾ അത് നിത്യജീവിതത്തിലെ ജനങ്ങൾക്ക് ഈ കായനെ അവരവരുടെ കൈവശം വയ്ക്കുകയോ, അവരതിനെ ധരിക്കുകയോ, അവരതിനെ പരിപാലിക്കുകയോ, അവരതിനെ വെച്ച് പൂജിക്കുകയോ ഒക്കെ ചെയ്യുന്ന പക്ഷം അവരിലും ഈ ദിവ്യ ദൃഷ്ടിയുടെ സാന്നിധ്യം ഉണ്ടാവും. ജീവിതത്തിലെ മുന്നോട്ടുള്ള ഗതി നിർണ്ണയിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വായിച്ചു നോക്കിയ പലരുടെയും പല മഹാന്മാരുടെയും ജീവചരിത്രങ്ങളിൽ അവർക്ക് പോലും, നമ്മൾ ഉന്നതരായിട്ട് ഇന്ന് കാണുന്ന പലര് പോലും അവരുടെ നാളെ എന്താണെന്ന് അറിയാതെ ആശയക്കുഴപ്പത്തിലായി എന്നാണ് കണ്ടേക്കുന്നത്. ഇന്ന് നമ്മൾ കാണുന്ന ഓരോ ഗുരുവിൽ നിന്നും നമ്മൾ ഓരോന്നും തേടുന്നു. എനിക്ക് നാളെ എന്താ നല്ലത്, അങ്ങേക്ക് അറിയാലോ, എന്നെ കാണുമ്പോൾ തന്നെ അങ്ങേക്ക് മനസ്സിലായി കാണുമല്ലോ എന്നൊക്കെ ആളുകൾ പറയുന്നുണ്ട്. ഈവൻ ഞങ്ങളോട് പോലും പറയുന്നുണ്ട്. എന്നോടൊക്കെ അങ്ങനെ ആൾക്കാർ വിചാരിച്ചിരിക്കുന്നുണ്ട്. ഇതൊന്നും സത്യമല്ല. നമുക്ക് നമ്മുടെ തന്നെ കാര്യം വീണ്ടും നാളെ എന്താണെന്ന് നമുക്ക് അറിയില്ലാതെ ആണ് ഓരോരുത്തരും ഉണ്ടാവുക. അങ്ങനെ ഒരു ദിവ്യ ദൃഷ്ടി കൊണ്ട് മുഴുവൻ പേരും ജനിച്ചിട്ടില്ല. പക്ഷേ നമുക്ക് അങ്ങനെയുള്ള ആളുകൾക്കൊക്കെ എല്ലാവർക്കും ഇത് കൈവച്ചാൽ ഇതിൽ നിന്ന് നമുക്ക് നാളെ എന്താണ് നല്ലത്, നമുക്ക് ഇന്ന് എന്താണ് ചെയ്യേണ്ടത്, അതിനുള്ള നമ്മുടെ മനോമുഖരത്തിൽ അതിന് വേണ്ടുന്ന ആശയങ്ങൾ തെളിഞ്ഞ് വരാൻ തുടങ്ങുന്നതായിട്ട് നിത്യജീവിതത്തിൽ നമുക്ക് അനുഭവമാണ്. ഈ ഒരു ലക്ഷ്യം, ഈ ഒരു ആവശ്യം, ഈ ഒരു ജനങ്ങൾക്ക് ഒരു ഗുരു കൂടെ വന്നാലോ, അവരുടെ കൂടെ ഈശ്വരൻ കൂടെ വന്ന് നിന്നാലോ, അപ്പോൾ അവർക്ക് നാളേക്കുള്ള ഗതി പറഞ്ഞു കൊടുക്കാൻ ഉള്ളിൽ നിന്ന് തന്നെ, അന്തരംഗത്തിൽ നിന്ന് തന്നെ ആളിങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാലോ, രുദ്രാക്ഷം ധരിക്കുന്ന ആളുകൾക്ക് ഈ ഒരു ഗുണം ഉണ്ടാവും. ഒരു ഗുരു നമ്മുടെ കൂടെ തന്നെയുള്ള പ്രയോജനമാണ് രുദ്രാക്ഷത്താൽ ലഭിക്കുന്നത്. അതുണ്ട്. ഇതിന് ഞാൻ പറയാനുള്ള കാരണം, ഇത് ഓരോരോ മുഖങ്ങളായിട്ട് തിരിഞ്ഞിട്ടുണ്ട്. എന്താണ് രുദ്രാക്ഷം എന്നുള്ള ചോദ്യത്തിന് കൂടെ പറയേണ്ട കാര്യമാണ്. രുദ്രാക്ഷ കായകൾ പല മുഖങ്ങളായിട്ട് തിരിഞ്ഞാൽ നമുക്ക് പല വെറൈറ്റി ആയിട്ട് നമുക്ക് കിട്ടുകയാണ്. ഒരു കൊലയിൽ തന്നെ ഉണ്ടാവുന്ന രുദ്രാക്ഷ കായകളിൽ നിന്ന് പൊട്ടിച്ചെടുത്ത് പഴം, അതിൻ്റെ അകത്തെ വിത്ത് നമ്മൾ വെളിയിലെടുത്ത് നോക്കുമ്പോൾ അതിൽ വരകൾ ഇങ്ങനെ കാണാൻ പറ്റും. 5 വരെയുള്ളതിന് 5 മുഖ രുദ്രാക്ഷം എന്നും, 6 വരെയുള്ളതിന് 6 മുഖ രുദ്രാക്ഷം എന്നും, 12 വരെയുള്ളതിന് 12 മുഖ രുദ്രാക്ഷം എന്നും പറഞ്ഞ് അറിയണം. ഒരു ബഞ്ചിൽ തന്നെയാണ് ഇത്തരം എല്ലാ മുഖങ്ങളുടെയും വേരിയേഷൻ കാണാൻ പറ്റണത്. അങ്ങനെ കണ്ടുവരുമ്പോൾ ഒരു മുഖം മുതൽ 38 മുഖം വരെ ഉണ്ടായിരുന്നു പണ്ടൊക്കെ എന്ന് കഥകളിൽ. പ്രായോഗികമായിട്ട് നമുക്കിപ്പോൾ കിട്ടുന്നത് 2 മുഖം മുതൽ ഏകദേശം 22 മുഖം വരെയാണ് റെഗുലറായിട്ട് കിട്ടുന്നത്. പ്രകൃതിയിൽ ലഭ്യമല്ല.
ലഭ്യമല്ല. ഇതുവരെ ലഭ്യമല്ല. ഒരു 2000 വർഷമായിട്ട് അങ്ങനെ ഒരു കായ ഉണ്ടായതായിട്ടോ അതിൻ്റെ ഏതെങ്കിലും ഒരു ശേഖരത്തിൽ നിന്ന് കണ്ടെത്തിയതായിട്ടോ ഇല്ല. ഓ. ഏകമുഖ രുദ്രാക്ഷം പ്രകൃതിയിൽ ഒരു 2000 വർഷമെങ്കിലുമായിട്ട് ലഭ്യമല്ല. നമുക്ക് ഈ അങ്ങ് പറഞ്ഞ പല മുഖങ്ങളുള്ള രുദ്രാക്ഷങ്ങളുണ്ടല്ലോ, അതെങ്ങനെയൊക്കെയാണ് നമുക്ക് പ്രയോജനപ്പെടുന്നത് സാധാരണ? കാരണം നമ്മുടെ ചാനൽ കാണുന്നതിൽ ഭൂരിഭാഗം ആൾക്കാരും പുതുതായി ആയിരിക്കും രുദ്രാക്ഷത്തിനെ പരിചയപ്പെടുന്നത്. അപ്പം അവർക്ക് അവരുടെ ജീവിതത്തിൽ എവിടേക്കാണിത് ഉപയോഗിക്കാൻ പറ്റുന്നത്? എങ്ങനെ ഈ ഗുരുനാഥനെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും? ഇതിൽ ഓരോ ഈ സാധാരണ ആളുകളെ രുദ്രാക്ഷത്തിൻ്റെ ധാരണത്തിലേക്ക് എത്തിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ പുരാണകാരന്മാർ രുദ്രാക്ഷത്തിൻ്റെ മാഹാത്മ്യം പറഞ്ഞു വെച്ചിട്ടുണ്ട്. ആ മാഹാത്മ്യത്തിൽ നിന്ന് നമുക്ക് ഇന്നത്തെ കാലത്ത് ജെൻസിക്ക് മനസ്സിലാവുന്ന തരത്തിൽ മാറ്റി പറയണം അല്ലേ? അതെ 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 അതെ. മാറ്റി പറയാം. അപ്പോൾ അതിൽ വച്ചേക്കുന്ന കാര്യങ്ങൾ പഴയ ചില ചർവിതചർവണമായിട്ടുള്ള ചില ടേംസ് ആണ്. ആ ടേംസിൽ നിന്ന് നമ്മൾ പഴയ കാലത്തെ ആളുകളോട് പറഞ്ഞു ഇത് ആര് ധരിച്ചോ അവർക്കൊക്കെ മോക്ഷം കിട്ടും. ഇന്നിപ്പോൾ ആർക്കാ മോക്ഷം വേണ്ടത്? അത് കാരണം ആ ഒരു ടേമിന് ഇപ്പോൾ പ്രയോജനം വരണിണ്ടാവില്ല അല്ലേ? ഏകമുഖ രുദ്രാക്ഷം ബ്രഹ്മസ്വരൂപമാണ്. 2 മുഖ രുദ്രാക്ഷം അർദ്ധനാരീശ്വര സ്വരൂപമാണ്. 3 മുഖ രുദ്രാക്ഷം അഗ്നി ഭഗവാന്റെ സ്വരൂപത്തിലുള്ളതാണ്. 4 മുഖ രുദ്രാക്ഷം ബ്രഹ്മാവിൻ്റെ സ്വരൂപത്തിലുള്ളതാണെന്ന് പറഞ്ഞിട്ട് അതിനെ ഇങ്ങനെ വർണ്ണിച്ചു പോയിട്ടുണ്ട്. അത് ഏകദേശം ഒരു 14 മുഖത്തിനോ അല്ലെങ്കിൽ 21 മുഖത്തിനോ വരെ അങ്ങനത്തെ വർണ്ണനയുണ്ട്. സാധാരണ പുസ്തകങ്ങളിലൊക്കെ 14 മുഖത്തിൻ്റെ വർണ്ണനയും കുറച്ച് ഗൂഢമായിട്ടുള്ള പുസ്തകങ്ങളിൽ 21 മുഖത്തിൻ്റെ വർണ്ണനയുണ്ട്. അതിനുശേഷം വരുന്നതിന് മുഴുവനും ആ 22 മുഖമാണെങ്കിൽ 21 എടുത്താൽ ഉണ്ടാവുന്ന പ്രയോജനം എന്തോ അത് 22 നിന്ന് കിട്ടിക്കോളും. 22 മുഴുവൻ ഉപയോഗിച്ചാൽ ഉണ്ടാവേണ്ട പ്രയോജനം മുഴുവൻ 23 നിന്ന് കിട്ടിക്കോളും എന്ന് പറഞ്ഞ് മേൽക്കുമേൽ അങ്ങനെ പറഞ്ഞുപോയി. ഇനി വേറൊരു തരത്തിൽ എനിക്ക് ഈ ദേവതകളിലൊന്നും വിശ്വാസമില്ല. പക്ഷെ ഗ്രഹമുണ്ട് കേട്ടോ. ഗ്രഹദോഷങ്ങൾ പിടിച്ചിട്ട് ഞാൻ അനുഭവിച്ചിട്ടുള്ളതാണെന്ന് പറയുന്ന ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. ഈശ്വരനിൽ വിശ്വാസമില്ലെങ്കിലും ഗ്രഹങ്ങളിലും ഗ്രഹങ്ങളുടെ സ്വാധീനത്തിലും അത് അസ്ട്രോണമിയാണ്, അതുകൊണ്ട് വിശ്വസിക്കണം എന്ന് കരുതുന്നവരുണ്ട്. കുറച്ചുകൂടെ ഇന്നത്തെ ജൻസിക്കാരുടെ ചോദ്യം ചോദിക്കാൻ എനിക്ക് എനർജിയിൽ വിശ്വാസമുണ്ട്. നമ്മുടെ ചുറ്റുപാടുമുള്ള എനർജിയിൽ എനിക്ക് വിശ്വാസമുണ്ട്. പക്ഷേ ദൈവം, ഈശ്വര വിശ്വാസം അതൊന്നും എനിക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റില്ല. എൻ്റെ വൈബല്ല അതെന്ന് പറയുന്ന കുട്ടികളുണ്ട്. അവരോട് എങ്ങനെ പറയൂത്? ആദ്യം ദൈവങ്ങളെ കുറിച്ചിട്ട് പറഞ്ഞിട്ട് റിലേറ്റ് ചെയ്ത് വെച്ചേക്കുക രുദ്രാക്ഷത്തിനെങ്കിൽ അടുത്തത് ഗ്രഹങ്ങളെ റിലേറ്റ് ചെയ്തിട്ടാണ് വെച്ചേക്കുന്നത്. ഒരു മുഖ രുദ്രാക്ഷം സൂര്യന് തുല്യമാണ്. എന്താണ് സൂര്യൻ്റെ മാഗ്നറ്റിക് ഫീൽഡ്? ആ മാഗ്നറ്റിക് ഫീൽഡിൽ നിന്ന് നമുക്ക് ഡൈജസ്റ്റ് ചെയ്യാവുന്ന തരത്തിലുള്ള എന്തോ ഒരു എനർജി നമ്മളുടെ ജീവിതത്തിൽ വന്ന് സ്വാധീനം ചെലുത്തുന്നത് കൊണ്ടാണ് നമുക്ക് സൂര്യൻ്റെ ഗുണം കിട്ടി. അതുകൊണ്ട് നമുക്ക് നല്ല പ്രബലനാവാൻ പറ്റി. സൂര്യൻ്റെ ഗുണം കിട്ടാത്ത ഒരാളിനെ നോക്കുമ്പോൾ ആ ആളുടെ ജീവിതത്തിൽ എന്തൊക്കെ വേറെ ബോർഡ്സ് ചുറ്റും പുറം നിന്ന് ആരൊക്കെ ആളെ സപ്പോർട്ട് ചെയ്യാൻ നോക്കിയാലും അയാൾക്കൊരു ത്രാണി ഇല്ലാത്തവനാവുകയോ ആത്മവിശ്വാസം ഇല്ലാത്തവനാവുകയോ ജോലി കിട്ടിയാൽ അതിനെ മര്യാദയ്ക്ക് കൊണ്ടടക്കാൻ പറ്റാത്തവനാവുകയോ ചെയ്യുന്നത് കാണാം. ആത്മവിശ്വാസം ഇല്ലാത്ത വ്യക്തിയായി മാറും സൂര്യൻ്റെ ന്യൂനത ഉണ്ടെങ്കിൽ. ചന്ദ്രനാണ് ന്യൂനതയായിട്ട് നിൽക്കണമെന്നുണ്ടെങ്കിൽ ഇയാൾ മാനസികമായിട്ട് തകരാറിലാവും. ചൊവ്വയാണ് ന്യൂനതയായിട്ട് നിൽക്കണമെങ്കിൽ അയാൾ സത്യസന്ധത ഇല്ലാത്തവനോ അല്ലെങ്കിൽ ഉന്മേഷവും ആത്മവിശ്വാസവും ഇല്ലാത്തവനോ മടിയനോ, ജോലി ഉണ്ടായിട്ടും ജോലിക്ക് പോകാത്തവരെ നമ്മൾ കണ്ടിട്ടില്ലേ, മടിയനായി മാറും. വേറൊരു വിധത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അവരായിരിക്കും കമ്മ്യൂണിക്കേഷനിൽ വളരെ പൂറായിട്ടുള്ള ആളാവുക. അപ്പോൾ രജോ ഗുണം എന്നാണ് നമ്മൾ പറയണത് ഇതിനെയൊക്കെ കൂടി. അതുപോലെ ബുധന് കുഴപ്പം വന്നു കഴിഞ്ഞാൽ, ബുധൻ കുഴപ്പത്തിലായി കഴിഞ്ഞാൽ ഇമോഷണലി പ്രശ്നമാവുകയോ അതല്ലെങ്കിൽ അയാൾ വൾഗറായിട്ടുള്ള പെരുമാറ്റത്തിന് ഉടമയാവുകയോ ചെയ്യാം. അപ്പോൾ ഒരാളെ നമ്മൾ ഏതൊക്കെ തരത്തിലും വ്യക്തിത്വം ഇഞ്ചക്ട് ചെയ്യാൻ നോക്കിയിട്ടും അയാളെ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് വന്നാൽ നോക്കിയാൽ അറിയാം ബുധൻ്റെ അതിശക്തമായിട്ടുള്ള ന്യൂനത അവിടെ നിൽക്കുന്നത്. ഇതെങ്ങനെയാണ് ഈ ബുധൻ ഇയാൾക്ക് മാത്രം ന്യൂനമായി പോയത്? ആ ചോദ്യത്തിന് ഉത്തരമാണ് ജെൻസി മനസ്സിലാക്കാനുള്ളത്. അയാൾ എപ്പോഴാണോ ജനിച്ചത് ആ ജനിച്ച സമയത്ത് അന്തരീക്ഷത്തിലെ മർദ്ദത്തിൽ അയാൾ ജനിച്ച ആ പോയിന്റിൻ്റെ 360 ഡിഗ്രിയിൽ നമ്മളിപ്പോൾ വീഡിയോ ഒക്കെ എടുക്കണ പോലെ ആ സമയത്ത് സൂര്യചന്ദ്രന്മാരായിട്ടുള്ള ഗ്രഹങ്ങൾ ഏത് തലത്തിൽ നിന്നുകൊണ്ടാണ് ഈ പോയിന്റിലേക്ക് ഇയാളുടെ ജനനത്തിലേക്ക് പ്രഷർ ചെലുത്തിയത്? അന്തരീക്ഷ മർദ്ദം പോലത്തെ അയാളിലേക്ക് ഏത് തരത്തിലാണ് ഇൻസ്റ്റാൾ ചെയ്യപ്പെട്ടത്? സാർ പറയുന്നത് നമ്മളിപ്പോൾ ഗ്രാവിറ്റി എന്ന് വേണമെങ്കിൽ പറയാം. മറ്റുള്ള ഇപ്പോൾ ചന്ദ്രൻ്റെ ഗ്രാവിറ്റേഷൻ പുൾ കൊണ്ട് നമുക്ക് വേലിയേറ്റം ഉണ്ടാവുന്നു. അതേപോലെ ഒരു ജാതകന്റെ മേൽ അവർ ചുമത്തുന്ന ഗ്രഹങ്ങളെ ചെലുത്തി വെച്ച സ്വാധീനം, ആ സ്വാധീന ശക്തിയുടെ സ്ക്രീൻഷോട്ട് അന്ന് തന്നെ നമുക്ക് എടുക്കാൻ പറ്റും. ആ സ്ക്രീൻഷോട്ടാണ് അവരുടെ ഈ 360 ഡിഗ്രിയിൽ 12 കളങ്ങളായിട്ട് തിരിച്ച് 30 ഡിഗ്രി വെച്ച് കണക്കാക്കി
രാശി ചക്രത്തിൽ നമ്മൾ പ്ലേസ് ചെയ്തിട്ടുള്ള ഗ്രഹങ്ങളുടെ പൊസിഷൻ. ഉം. ഈ പൊസിഷൻ ന്യൂന സ്ഥലത്ത് പോയിട്ടാണ് ബുധൻ പ്ലേസ് ചെയ്തേക്കണമെങ്കിൽ അയാൾക്ക് മൗഢ്യം കാണിക്കും. ഉം. ചന്ദ്രൻ, സൂര്യൻ ഓരോരുത്തരും ഏതൊക്കെ പൊസിഷനിലാണ് നിൽക്കണമെന്ന് നോക്കിയിട്ട് ഈ സ്ക്രീൻഷോട്ട് വെച്ചിട്ടാണ് ഇനി മേലാൽ മൂവ് ചെയ്യണതും അങ്ങനെ തന്നെയായിരിക്കും ഇനി മേലാലുള്ള എല്ലാ ദിവസങ്ങളിലും. അപ്പോൾ ഇപ്പോഴത്തെ പൊസിഷൻ നോക്കാൻ വേണ്ടിയിട്ട് ഈ ബേസ് രാശിചക്രം കിട്ടിയാൽ മതി. രാശിചക്രം എടുക്കണം. അപ്പോൾ അവർക്ക് അതിൽ നിന്ന് കാര്യങ്ങൾ ഗ്രഹിച്ചുകൊണ്ട് നമുക്ക് പ്രവചനം ചെയ്യുന്ന ആളുകൾക്ക് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കാൻ നിർദ്ദേശങ്ങൾ പറ്റും. കൊടുക്കാൻ കഴിയും. അപ്പോൾ ഇതിൽ സൂര്യന് ബലം കുറഞ്ഞു നിൽക്കുന്ന ഒരാളിന് ഇനി എനർജിയിൽ വിശ്വാസമുള്ള ഒരാളല്ലേ വരണ്ടേ. ഉം. അവരോട് നമുക്ക് പറയാനുള്ളത് സൂര്യൻ്റെ ബലം നമുക്ക് വർദ്ധിപ്പിച്ചാൽ മതി. ഇയാൾ ഓൾറെഡി അത് ഫിക്സ്ഡ് ആണ് ഉം. എങ്കിൽ പോലും അയാൾക്ക് നിത്യജീവിതത്തിൽ അയാൾക്ക് ആ വൈബ്രേഷനെ കൂട്ടി കൊണ്ടുവന്നിട്ട് അയാൾക്ക് ഒരു സാമാന്യം ബാലൻസ് ചെയ്തുകൊണ്ട് ജീവിക്കാൻ വേണ്ടി പറ്റും. ആയതിനു വേണ്ടി മാത്രമാണ് ഈശ്വരനെ കണ്ടെത്തിയും ദൈവത്തിനെ കണ്ടെത്തിയും ഒക്കെ ജനങ്ങൾക്ക് മതം ഒക്കെ ഉണ്ടായി ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള നല്ല വഴി കാണിക്കാൻ വേണ്ടി. ഇനി മേലാക്കം മുന്നോട്ട് ഏതായാലും ഈ സ്ക്രീൻഷോട്ട് കണ്ട അനുസരിച്ച് മഹാ കഷ്ടമാണ്. പക്ഷേ ഇതിൽ നിന്ന് ഞാൻ നിനക്ക് ചില ഉപായങ്ങൾ പറഞ്ഞുതരാം, ജാമ്യം മേടിച്ചു തരാം, അല്ലെങ്കിൽ എങ്ങനെ നന്നാക്കാമെന്ന്, ഇതിനെങ്ങനെ നമുക്ക് റിപ്പയർ ചെയ്യാം എന്നുള്ളത് പറഞ്ഞു തരാം. ആ പറഞ്ഞു തരുന്ന പരിപാടികളാണ് നമ്മുടെ എല്ലാ ഉപാസനാ പദ്ധതികളും എല്ലാ സാധനാ പദ്ധതികളും. നമ്മൾ നമ്മുടെ ജന്മസമയത്ത് തന്നെ നമുക്കുണ്ടാവുന്ന ടാലൻസ്, പ്രതിഭാവിലാസങ്ങൾ, കൂടാതെ നമുക്കുണ്ടാവുന്ന കുറവുകൾ, ഇതെല്ലാം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്ന ഒരു സ്ക്രീൻഷോട്ട്. ആ സ്ക്രീൻഷോട്ടിനെ അടിസ്ഥാനപ്പെടുത്തി ഇപ്പോൾ ഉള്ള ഗ്രഹനിലകളെയും അടിസ്ഥാനപ്പെടുത്തി എങ്ങനെ നമ്മുടെ ആ കുറഞ്ഞിരിക്കുന്നതിനെ കൂട്ടാമെന്നും ഉള്ളതിനെ മനോഹരമായിട്ട് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ളതിന് ഒരു ഗുരുനാഥനെ നമ്മൾ കൂടെ കൊണ്ടു നടക്കുകയാണ് രുദ്രാക്ഷത്തിലൂടെ. ഞാനിപ്പോൾ പറയും അവരോട്, റെഡിമെയ്ഡ് സാധനം മേടിച്ച് നമ്മൾ ഇലക്ട്രോണിക് എക്യുപ്മെൻറ്റ് മേടിച്ച് വീട്ടിൽ വയ്ക്കുന്നത് പോലെ അവരവരുടെ ശരീരത്തിൽ ഘടിപ്പിക്കാവുന്ന സിമ്പിളായിട്ടുള്ള ഒരു റെഡിമെയ്ഡ് സാധന പദ്ധതിയാണ് രുദ്രാക്ഷം. അവരൊന്നും ചെയ്യണില്ല, മന്ത്രം ജപിക്കണില്ല, യോഗ സാധന ചെയ്യണില്ല, വേറെ ഒന്നും ചെയ്യണില്ല. അവർക്ക് ഇതിൻ്റെ എനർജി വന്നിട്ട് ബാലൻസ് ചെയ്യിപ്പിച്ചിട്ട് അവർക്ക് വേണ്ട പരിവർത്തനം വരുത്തി കൊടുക്കും. ഒത്തിരി പേര് ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, ഞങ്ങളുടെ ഭക്ഷണക്രമം ക്രമീകരിക്കേണ്ടതുണ്ടോ, ഞങ്ങളുടെ നിത്യശീലങ്ങളെ ക്രമീകരിക്കേണ്ടതുണ്ടോ? ഇങ്ങനത്തെ സംശയങ്ങൾ നമ്മുടെ കുട്ടികൾക്ക് കൂടുതലാണ്. അതായത് അവർ ചോദിക്കുന്ന, ഞാൻ നോൺ വെജ് കഴിക്കുന്ന ഒരാളാണ്, ചിക്കൻ കഴിക്കുന്നു, മട്ടൺ കഴിക്കുന്നു, ഇതൊക്കെ ചെയ്യുന്ന ഒരാളാണ്, ഞാൻ രുദ്രാക്ഷം ധരിക്കാമോ? അതങ്ങനെ പറ്റുന്നൊരു കാര്യമാണ്. ഇത്തരം സംശയങ്ങൾ കുറേ പേർക്കുണ്ട്. എന്താണ് നമുക്ക് അവരോട് പറഞ്ഞു കൊടുക്കുന്നത്? രുദ്രാക്ഷത്തിൻ്റെ പ്രചാരണം ചെയ്യാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ നമ്മുടെ മുമ്പിൽ വന്ന ആദ്യത്തെ ഇഷ്യൂ ഇതാണ്. ഇതിനെ അഡ്രസ്സ് ചെയ്യാൻ വേണ്ടിയിട്ട് മാത്രമാണ് ഞാൻ രുദ്രാക്ഷ പ്രചാരണം എന്നത് ചെയ്യണമെന്ന് വിചാരിച്ച് മുന്നോട്ട് വന്നത്. ഞാനും എൻ്റെ ഗുരുവും തമ്മിലുണ്ടായ ഒരു സംസാരം, അതിന് കാരണവും ആദ്യമായിട്ട് ഞാൻ ധരിച്ച രുദ്രാക്ഷത്തിനെ എന്നോട് ഊരി വെക്കണമെന്ന് ആളുകൾ പറഞ്ഞു. അതിന് അവർ നിർദ്ദേശിച്ച കാരണം എന്താ വെച്ചാൽ, ഞാൻ യുവാവാണ്, ഞാൻ ഈയിടെ കല്യാണം കഴിച്ചിട്ടേ ഉള്ളൂ. ആ കല്യാണം കഴിച്ച് ദാമ്പത്യത്തിൽ നിൽക്കുന്ന ഞാൻ രുദ്രാക്ഷം ധരിക്കുന്നത് കൊണ്ട് അതൊരു ശരിയല്ല എന്ന നിർദ്ദേശം വന്നപ്പോൾ എനിക്ക് തോന്നി അത് അവർ പറഞ്ഞതാണ് ശരിയല്ലാത്തത്. ഇങ്ങനെ ആവാൻ ഒരു തരവുമില്ല. കാരണം ഇത് ഇട്ടതിന് ശേഷം എനിക്കുണ്ടായ ജീവിതത്തിലെ വലിയ മാറ്റം, എൻ്റെ ജീവിതത്തിലുണ്ടായ വലിയൊരു ഓപ്പണിങ്, അവസരങ്ങളുടെ, സാധ്യതകളുടെ ഒരു ഒഴുക്ക്, അത് വന്നപ്പോൾ ഇത് ധരിച്ചതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ഒരു ദോഷം ഉണ്ടായതായിട്ട് തോന്നുന്നുമില്ല എന്ന അനുഭവം നിൽക്കുമ്പോൾ ഇവർ പറഞ്ഞതിനെ എനിക്ക് എടുക്കാൻ തോന്നിയില്ല. ശരി, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ പുറകിലുള്ള രഹസ്യം അവർക്ക് തോന്നാൻ കാരണം എന്താണ്, ഞാൻ എന്താണ് ചെയ്യേണ്ടത്, ലോകത്തോട് എന്താണ്, ഞാൻ അവരോട് മറുപടി എന്താണ് പറയേണ്ടത് എന്ന് അറിയാൻ വേണ്ടി ഞാൻ ഗുരുവായിട്ട് സംസാരിച്ചു. അദ്ദേഹം ജ്യോത്സ്യനും ഭാഗവതാചാര്യനും ഒക്കെ ആയിട്ടുള്ള ആളായതിൻ്റെ പേരിൽ അദ്ദേഹത്തിന് പരത്തി പുരാണ കഥകളെക്കുറിച്ച് നല്ല ധാരണയുണ്ട്, അത്യാവശ്യം വേദാന്ത ജ്ഞാനവുമുണ്ട്. അദ്ദേഹം എനിക്ക് പറഞ്ഞു തന്നത്, ദേവി ഭാഗവതത്തിലുണ്ടല്ലോ, വളരെ സിമ്പിളാണ്, താൻ അതെന്നെടുത്ത് നോക്കിയാൽ മതി, എനിക്ക് ഇതിൻ്റെ കോപ്പി തന്നു. ആ കോപ്പി തുറന്നു നോക്കി വീട്ടിൽ കൊണ്ടുപോയി വായിച്ചാൽ ഞാൻ ഞെട്ടിപ്പോയി. മത്സ്യം കഴിക്കുമ്പോൾ, മാംസം കഴിക്കുമ്പോൾ, മദ്യപാനം ചെയ്യുമ്പോൾ, ചണ്ടാളന്മാരോട് സഹവസിക്കുമ്പോൾ നിർബന്ധമായി രുദ്രാക്ഷം ധരിക്കണം എന്നാണ് എഴുതിയേക്കണേ. ഉണ്ണുമ്പോഴും ഉറങ്ങുമ്പോഴും മൈഥുനം ചെയ്യുമ്പോഴും രുദ്രാക്ഷം ധരിക്കണം എന്നാണ് എഴുതിയേക്കണത്. ആരാ പറഞ്ഞുണ്ടാക്കിയത് ഇങ്ങനെ അല്ലെന്ന്? ഇത് ഏത് ആചാര്യനിൽ നിന്നാണ് ജനങ്ങൾ ഇത് കേട്ടത്? പാരമ്പര്യമായിട്ട് ഇങ്ങനെ പറയുന്നു, നിങ്ങൾ ഭക്ഷണം നോൺ വെജ് കഴിക്കുന്നവരാണ്, നിങ്ങൾ ഇതിനൊന്നും യോഗ്യരല്ല, അങ്ങനെ കുറേ പേരെ മാറ്റി നിർത്തുന്നുണ്ട്. ഒരു പ്രൊപ്പഗാണ്ട പോലെ കൊണ്ടു നടക്കുന്ന ഒരു കാര്യമായിട്ടാണ് എൻ്റെ ഒരു വ്യക്തിപരമായ തരത്തിൽ നോക്കി ഞാൻ കണ്ടിട്ടുള്ളത്. ഇവരോട് നമുക്ക് പറയാനുള്ളത്, കുറച്ച് നിങ്ങൾ ചിന്തിക്കാൻ തയ്യാറുണ്ടെങ്കിൽ, എന്താ പറയുക, തമോ ഗുണ ഭക്ഷണമാണെന്ന്.
ഈ പറയണ ആളുകളിൽ ഇത്തിരി ചിന്തിക്കുന്നവർ മനസ്സിലാക്കിയിട്ടുള്ളത് ശുദ്ധ സാത്വിക ഭക്ഷണം വേണം. രജോ ഗുണമുള്ള ഭക്ഷണം എന്നിട്ട് സൂത്രമുണ്ട്. തമോ ഗുണമുള്ള ഭക്ഷണം എന്ന് പറഞ്ഞതാണ് ഇതൊക്കെ. ഇത് തമോ ഗുണമുള്ള ഭക്ഷണം കഴിക്കുന്നതോട് നീയൊക്കെ തമോ ഗുണത്തിലായി പോകും. അത് കാരണം കൊണ്ട് മാംസവും മത്സ്യവും ഒന്നും കഴിക്കരുത്. ഇങ്ങനെ പറഞ്ഞു നടന്നിട്ടും ജനങ്ങൾ ആരും ഇത് അനുസരിക്കുന്നില്ലല്ലോ. ആരെയും നമുക്ക് തിരുത്താനും പറ്റുന്നില്ലല്ലോ. അവരൊക്കെ ഞങ്ങൾക്ക് തമോ ഗുണമെങ്കിൽ തമോ ഗുണം ഇത് മതി എന്നും പറഞ്ഞ് പോവല്ലേ. ഇവിടെ നമുക്ക് അവർക്ക് നേരായ മാർഗം കാണിച്ചു കൊടുക്കാൻ വേണ്ടി അവരെ നമുക്ക് സാത്വിക ഭക്ഷണമുള്ളവരാക്കി മാറ്റാൻ വേണ്ടി പറ്റും മാംസം കഴിക്കുമ്പോൾ തന്നെ. മാംസത്തിനെയും സ്വാത്വികതയിലേക്ക് കൊണ്ടുവരാൻ മാംസത്തിനെയും സാത്വിക ഭക്ഷണമായിട്ട് കഴിക്കാൻ പറ്റും. അതിന് നമുക്ക് നമ്മൾ താന്ത്രിക വിധിയിൽ നമ്മൾ സാധാരണ നിലയ്ക്ക് കൗളാചാരം ചെയ്യുന്ന ആളുകൾ കഴിക്കുന്ന ഭക്ഷണം സാത്വിക ഭക്ഷണമാണ്, മാംസമാണ് ഭക്ഷിക്കണത്, മദ്യമാണ് കഴിക്കുന്നത്. എങ്കിലും അതവർ സാത്വിക ഭക്ഷണമായിട്ടാണ് കഴിക്കുന്നത്. കാരണം അവർ ദേവതയ്ക്ക് നേദിച്ചതോടുകൂടി അത് സാത്വിക ഭക്ഷണമായി മാറി. സാത്വിക ഭക്ഷണം കഴിച്ചോളണം എന്ന് നിർബന്ധം പിടിക്കേണ്ടതില്ല. ഇക്വിലിബ്രിയം കീപ്പ് ചെയ്താൽ മതി. ഓരോ കഴിക്കുന്ന ഭക്ഷണവും ഭാരതീയർ കഴിക്കുന്ന ഭക്ഷണത്തിന് ഋഷിമാരുടെ കയ്യൊപ്പുള്ളതാണ്. ഋഷിമാരിതിനെ ഇക്വിലിബ്രിയം കീപ്പ് ചെയ്തുകൊണ്ടാണ് നമുക്ക് തന്നിട്ടുള്ളത്. നമ്മൾ അതിലേക്ക് ചിന്തിക്കാത്തത് കൊണ്ട് നമുക്ക് മനസ്സിലാവാത്തതാണ്. നമ്മൾ ചോറുണ്ണാൻ തുടങ്ങുമ്പോൾ തവിടുള്ള അരിയുടെയാണ് ഉണ്ടു തുടങ്ങിയത്. തവിടോട് കൂടിയ അരിക്ക് സാത്വികതയാണ് ഉണ്ടാവുക. അന്നജമായതുകൊണ്ട് അതിൽ നിന്ന് നമുക്ക് കൂടുതലായിട്ട് കിട്ടേണ്ടത് തമോ ഗുണമാണ്. തമോ ഗുണത്തോടൊപ്പം തവിട് ചേർന്ന് നിൽക്കുമ്പോൾ അതിന് സാത്വികതയും കൂടി വരും. അതിലേക്ക് നമ്മൾ നെയ്യ് ഒഴിക്കുന്നതോടുകൂടി സാത്വികത വർദ്ധിക്കും. അപ്പം തന്നെ അതൊരു എണ്ണയായതുകൊണ്ട്, സ്നേഹമായതുകൊണ്ട്, അതിൽ നിന്ന് അഗ്നി ഉണ്ടാവുന്നത് കൊണ്ട് ഇതിൽ രജോ ഗുണം ചേരും. വെറുതെ ഉപ്പും ചോറും തിന്നുന്നവൻ നെയ്യ് കൂട്ടി തവിടുള്ള അരി ഉണ്ടാൽ അവൻ ഇക്വിലിബ്രിയം കീപ്പ് ചെയ്ത് കഴിഞ്ഞു. ചോറ് മുഴുവൻ തമസാണ്, തവിടുള്ളത് കൊണ്ട് അതിൽ സാത്വികതയുണ്ട്, നെയ്യ് ചേർക്കണോടുകൂടി രജസ് ചേർന്നു, ഇക്വിലിബ്രിയമായി. ഇനി ഇവൻ സാമ്പാർ കൂട്ടാൻ പോകേണ്ടതില്ലെങ്കിൽ സാമ്പാറിലെ കഷ്ണങ്ങളെല്ലാം സത്വമാണെന്ന് വരികിലും അതിൽ രജോ ഗുണം ചേർക്കാൻ വേണ്ടിയിട്ട് അതിൽ എണ്ണ ചേർക്കുന്നുണ്ട്, മുളക്, ഷഡ്രസങ്ങൾ ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് അത് രജോ ഗുണം വർദ്ധിപ്പിക്കും. വെറുതെ ചോറുണ്ടിട്ട് തടി വയ്ക്കുന്നതിന് പകരം അതിൽ സാമ്പാറൊക്കെ ചേർത്ത് കഴിഞ്ഞപ്പോഴത്തേക്കും അവന് രജോ ഗുണം കൂടി കിട്ടി. എന്താ ഈ സാധനം എന്ന് ഒന്നും കൂടി പറഞ്ഞാൽ ഇതേ ഈ ജെൻസിക്ക് ക്ലാരിറ്റി വരുള്ളൂ. ഞാൻ പറയാൻ പോണത് ഈ ഭക്ഷണം കഴിച്ചിട്ട് റിലീസ് ചെയ്യപ്പെടുന്ന എനർജിയെ മൂന്നായിട്ട് കൺവേർട്ട് ചെയ്ത് മനസ്സിലാക്കി വച്ചിരിക്കുന്നു. അത് കോൺഷ്യസ് എനർജി, ആക്റ്റീവ് എനർജി, നോൺ കോൺഷ്യസ് നോൺ ആക്റ്റീവ് എനർജി. ആദ്യം പറഞ്ഞത് കോൺഷ്യസ് എനർജിക്ക് സത്വ ഗുണം എന്ന് ഞങ്ങളുടെ പേര്. ശരി. ആക്റ്റീവ് എനർജിക്ക് രജോ ഗുണം ഞങ്ങളുടെ പഴയ ടേം. രജോ ഗുണം. തമോ ഗുണം എന്ന് പറഞ്ഞാൽ നോൺ കോൺഷ്യസ് നോൺ ആക്റ്റീവ് എനർജി എന്നാണ്. ഇതിന് ഈ ഇക്വിലിബ്രിയമാണ് നമുക്ക് കീപ്പ് ചെയ്യേണ്ടിയിരുന്നത്. ഒരുത്തിന് ദുർബലനായിട്ടുള്ള ഒരുത്തിന് നല്ല തടി വെക്കണം, മസിൽ പെരുക്കണമെങ്കിൽ അവൻ കഴിക്കേണ്ട ഭക്ഷണം തമോ ഗുണ ഭക്ഷണമാണ്. ആ തമോ ഗുണമുള്ള ഭക്ഷണത്തിൽ നിന്നാണ് സെല്ലുകൾ ഡെവലപ്പ് ചെയ്യുള്ളൂ. അത് ജാഡ്യത്തിൻ്റെ ഇനേർഷ്യയുടെ എനർജിയാണ്. അങ്ങനെയാണെങ്കിൽ മനസ്സിലാവാൻ പറയുക. അതിൽ നിന്ന് അവരുടെ സെല്ലുകൾ ഡെവലപ്പ് ചെയ്യുകയും അതിങ്ങനെ പെരുത്തുണ്ടാവുകയും ചെയ്യും. അതിനെ അയാൾ കൺവേർട്ട് ചെയ്ത് വീണ്ടും എക്സസൈസൊക്കെ ചെയ്ത് എനർജൈസ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ആ എനർജി കിട്ടാൻ വേണ്ടിയിട്ടാണ് രജോ ഗുണം. അപ്പോൾ അയാൾക്ക് മസിൽ നല്ല സ്ട്രോങ് ആവും. അതിൽ നിന്ന് വലിയ മസിലൊക്കെ ഉള്ള ബുദ്ധിയില്ലാത്ത ഒരു ജീവൻ ഉണ്ടായാൽ പോരാ. എന്താ ചെയ്യേണ്ടതെന്ന് ക്ലാരിറ്റിയിൽ തെളിച്ചം ഉണ്ടാവാൻ വേണ്ടിയിട്ട് അയാൾക്ക് ജ്ഞാനം വേണം. അതിനാണ് സത്വം ചേരേണ്ടത്. അപ്പോൾ ഈ സത്വത്തിൻ്റെയും രജസിൻ്റെയും തമസിൻ്റെയും ഒരു ഇക്വിലിബ്രിയം ഉണ്ടെങ്കിൽ നല്ലൊരു മനുഷ്യനായി. അയാളോട് നിങ്ങൾ വെറുതെ അടച്ച് പറയരുത് മാംസം കഴിക്കരുതെന്ന്. മനസ്സിലായി. സാറേ, നമ്മൾ രുദ്രാക്ഷം പേഴ്സണലൈസ് ചെയ്ത് ഉപയോഗിക്കുന്നുണ്ടോ? സാറ് കൊടുക്കുമ്പോൾ സാറിൻ്റെ അടുത്ത് വരുന്ന ആൾക്കാർക്ക് പേഴ്സണലൈസ് ചെയ്തിട്ടാണോ രുദ്രാക്ഷം കൊടുക്കാറ്? ഉറപ്പായിട്ടും അതെ. എല്ലാവർക്കും വ്യക്തിപരമായിട്ട് അവരവരുടെ പ്രശ്നങ്ങൾ പഠിച്ച് അതിന് അവരുടെ എനർജി ചെക്ക് ചെയ്യാനുള്ള വഴിയുണ്ട് എന്തെങ്കിലും. അത് കഴിഞ്ഞിട്ട് അവരുടെ ഡേറ്റ് ഓഫ് ബർത്ത്, നക്ഷത്രം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നോക്കും, ജാതകം നോക്കും. ഇതെല്ലാം കഴിഞ്ഞിട്ട് ഒരു കൺക്ലൂഷനിൽ എത്തിയിട്ടാണ് അവർക്ക് ഇന്ന രുദ്രാക്ഷങ്ങളൊക്കെ ധരിക്കണം. അത് മിക്കവാറും മരുന്ന് പോലെയാണ് കൊടുക്കുന്നുണ്ടാവുക. നമ്മൾ എൻ്റെ കയ്യിലുള്ള സ്റ്റോക്കുകൾ മുഴുവനും എൻ്റെ തലയിൽ അടിച്ചേൽപ്പിക്കല്ല. ഏറ്റവും കുറച്ചെങ്ങനെ ഇയാളെ നമുക്ക് ഉത്തേജിപ്പിക്കുക എന്നുള്ളതാണ് നമ്മൾ നോക്കുക. ഏറ്റവും കുറച്ച്. കാരണം ഇത് അത്യാവശ്യം വിലയുള്ള സാധനമാണ്. നമ്മുടെ ഒരു ഗൂഢമായിട്ടുള്ള ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഴുവൻ പേരിലേക്കും ഇത് വർക്ക് ചെയ്യുന്നതാണെന്ന് എത്തിക്കില്ല. രുദ്രാക്ഷം വർക്ക് ചെയ്യുന്നതാണെന്ന് എത്തിക്കുക. ഇത് മിസ്റ്റിക്കായിട്ടുള്ള ഒന്നല്ല. മനസ്സിലായി. ഇത് വെറുതെ പുരാണ കഥയല്ല. ഇത് നമുക്ക് ജനങ്ങൾക്ക് ആദ്യം ചോദിച്ച ചോദ്യം, നിത്യജീവിതത്തിൽ നമുക്ക് നേരെ അനുഭവം വരാനുള്ള സാധനമാണ്. ഏറ്റവും കുറച്ച് കൊടുത്തുകൊണ്ട് എങ്ങനെ നമുക്ക് അവരുടെ ജീവിതം മാറ്റിമറിക്കാം എന്നുള്ളതാണ് എൻ്റെ ത്രില്ല്.
മനസ്സിലായി. അങ്ങനെ നോക്കുമ്പോൾ സമയത്ത് അവർക്ക് പേഴ്സണലൈസ് ചെയ്തിട്ട് നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അതിനെ നമ്മൾ പ്രാണപ്രതിഷ്ഠ ചെയ്ത് അയാളുടെ മനസ്സിലാക്കിയ ദോഷങ്ങളെല്ലാം പരിഹരിക്കാൻ വേണ്ടിയുള്ള സങ്കല്പവും ചെയ്ത് പ്രോഗ്രാം ചെയ്തിട്ടാണ് നമ്മൾ അവർക്ക് കൊടുക്കുന്നത്. വളരെ സാധാരണമായ ഒരു സംശയം. പുരുഷന്മാർ ധാരാളം ധരിച്ചു കണ്ടിട്ടുണ്ട്. സ്ത്രീകൾ സന്യാസിനിമാരൊക്കെ ധരിച്ചു കണ്ടിട്ടുണ്ട്. സാധാരണ സ്ത്രീകൾ രുദ്രാക്ഷം അങ്ങനെ ധരിച്ച് കണ്ടിട്ടില്ല. സ്ത്രീകൾക്ക് ധരിക്കുന്നതിന് എന്തെങ്കിലും തരത്തിലുള്ള വിലങ്ങടികളുണ്ടോ? യാതൊരു തരത്തിലും ഇല്ല എന്ന് മാത്രമല്ല, സ്ത്രീ പുരുഷ വ്യത്യാസം മാത്രമല്ല, മനുഷ്യർക്ക് മാത്രമല്ല, നമുക്ക് പുരാണത്തിൽ ദേവി ഭാഗവതത്തിൽ വളരെ വ്യക്തമായിട്ട് പട്ടിക്ക് പോലും രുദ്രാക്ഷം ധരിക്കാമെന്ന് എഴുതി വെച്ചിരിക്കുന്നു. വീട്ടിലെ പെറ്റ്സിനെ രുദ്രാക്ഷം ധരിപ്പിക്കണം എന്ന് അതിൽ മെൻഷൻ ചെയ്തേക്കുന്നു. സോ എങ്ങനെയാ മനുഷ്യനെ നമുക്ക് മാറ്റി നിർത്താൻ പറ്റുക? ആണ് പെണ്ണ് വ്യത്യാസമില്ല, മത ജാതി വ്യത്യാസമില്ല, കുട്ടികൾ ഉയർന്നവരും ആ ഭേദമില്ല. എന്നാണ് അവർക്ക് രുദ്രാക്ഷം ധരിക്കാൻ ആഗ്രഹം ഉണ്ടാവുകയും അതിന് ഭാഗ്യം കിട്ടുകയും ചെയ്യുന്നത്, അന്ന് മുതൽ അവർ ഷിഫ്റ്റ് ചെയ്യപ്പെടുകയാണ്. അവരുടെ ജീവിതത്തിൽ അതിന് മുൻപും മുമ്പും വളരെ വ്യക്തമാണ്. ഒരേ ഒരു സംശയം, രുദ്രാക്ഷം ദൈവികമായ ഒന്നാണെന്ന് നമ്മൾ കരുതുന്നു. അത് നമ്മുടെ ജീവിതത്തിന് എല്ലാ സമയത്തും നമുക്ക് ഉപയോഗിക്കാമെന്ന് നമ്മൾ മനസ്സിലാക്കുന്നു. ഈ രുദ്രാക്ഷം നമുക്ക് പാരമ്പര്യമായി കൈമാറി പോകാൻ പറ്റുമോ? ഒരാൾ ധരിച്ചു കഴിഞ്ഞാൽ ഒരു 7-8 വർഷം അദ്ദേഹത്തിൻ്റെ ശരീരത്തിലുണ്ടെങ്കിൽ ശരീരത്തിലെ ഘടകമായിട്ട് ഒരു അവയവം പോലെ ആയി പോകും. അങ്ങനെ ആയിത്തീർന്ന രുദ്രാക്ഷം വേറൊരാൾ ധരിക്കുന്നതിന് ഔചിത്യക്കുറവുണ്ടെന്നാണ് പൊതുവെ വിചാരിക്കുന്നത്. അങ്ങനെയാണെങ്കിലും അത് അദ്ദേഹത്തിൻ്റെ ഭൗതിക അവശിഷ്ടങ്ങൾ മറ്റേതെങ്കിലുമൊക്കെ നമ്മൾ സൂക്ഷിച്ചിട്ടുള്ളത് പോലെ, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ സാധനങ്ങൾ സൂക്ഷിച്ചതുപോലെ ഇത് ഉപയോഗിച്ച് നമുക്ക് സൂക്ഷിച്ചു വയ്ക്കാം. വീണ്ടും നമ്മൾ സാധാരണ ചെയ്തിരുന്ന മെയിൻ്റനൻസ് ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അതിൽ നിന്നുള്ള മാഗ്നറ്റിക് ഫീൽഡ് അതെവിടെയാണ് വച്ചേക്കുന്നത് ആ പ്രദേശത്തിനെ മുഴുവനും എംപവർ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഡയറക്റ്റ് ശരീരത്തിൽ ധരിക്കുന്നതിന് പകരം അത് നമുക്ക് പൂജാമുറി പോലെ സൂക്ഷിച്ച് അതിൽ നിന്നുള്ള വീട്ടിലെടുക്കാൻ ധരിക്കുന്നത് അഡ്വൈസബിൾ അല്ല. അഡ്വൈസബിൾ അല്ല. ശരി, അതിൻ്റെ കൂടെ നമുക്ക് ഇതൊക്കെ റെഫർ ചെയ്യാനായിട്ട്, കുട്ടികൾക്ക് റെഫർ ചെയ്യാനായിട്ട് എന്തെങ്കിലും ഒരു പുസ്തകം അങ്ങനെ ഉണ്ടോ? ഉറപ്പായിട്ടും ഇതിനെ പറ്റിയിട്ട് ഏകദേശം 1956 മുതൽ ഭാരതത്തിൽ പലതരം ഗവേഷണങ്ങൾ ഈ വിഷയത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട്. സ്വതന്ത്ര ഭാരതത്തിൽ. അതിനു മുമ്പ് തന്നെ സായിപ്പുമാരുടെ കാലത്ത് മുതൽ തന്നെ എലിയോകാർപ്പസ് ജെനിട്രസ് എന്ന ഈ രുദ്രാക്ഷത്തിന് ശാസ്ത്രീയ നാമം കൈവരുന്നത് ജെനിട്രസ് എന്നു പേരുള്ള ഒരു ശാസ്ത്രജ്ഞൻ ഈ വക വിഷയങ്ങളിൽ നടത്തിയ ഗവേഷണങ്ങളുടെ ഫലമാണ്. അദ്ദേഹത്തിൻ്റെ പേരിലാണ് ഈ രുദ്രാക്ഷ വൃക്ഷത്തിന് പേര് വന്നേക്കുന്നത്, ശാസ്ത്രീയ നാമം എന്ന് പറഞ്ഞ് വന്നേക്കുന്നത്. അപ്പോൾ പണ്ട് കാലം മുതൽ തന്നെ ഇതിൽ ഗവേഷണം തുടർന്നു പോരുന്നുണ്ട്. നമുക്ക് ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റി പോലുള്ള സ്ഥലങ്ങളിൽ ഇതിൻ്റെ മോഡേൺ സയൻസിൻ്റെ വെളിച്ചത്തിലുള്ള സയൻറ്റിഫിക് പഠനങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇച്ഛാശക്തിയുള്ള ഗവൺമെൻറ് ഉണ്ടായിരുന്നില്ല നമുക്ക് ഈ പഠനങ്ങളെ വെളിയിൽ കൊണ്ടുവരാൻ വേണ്ടിയിട്ട്. ഇങ്ങനത്തെ ഒരു ആവശ്യം ഭാരതത്തിലെ ഭരണകൂടത്തിൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഗോമാതാവിനെ പറ്റിയിട്ടുള്ള പഠനങ്ങളും ഇതുപോലെ തന്നെ നടത്തി വെച്ചിട്ടുണ്ട്. ധാരാളമായിട്ട് നമ്മുടെ കയ്യിൽ പേപ്പറുകളുണ്ട്. ഇനി പബ്ലിഷ് ചെയ്യപ്പെട്ട പേപ്പറുകൾ നമുക്ക് നെറ്റിൽ നോക്കിയാൽ കിട്ടാനുമുണ്ട്. അതുകൊണ്ട് രുദ്രാക്ഷത്തിനെ പറ്റി സയൻറ്റിഫിക് ആയിട്ട് ആർക്കെങ്കിലും എന്തെങ്കിലും അറിയണമെങ്കിൽ ഇന്നത്തെ സമയത്ത് യാതൊരു പ്രയാസമേ അല്ല. ഭാരതീയ ശാസ്ത്രശാഖയിലെ ഏതെങ്കിലും പുസ്തകങ്ങൾ അങ്ങനെ നമ്മുടെ ടെക്സ്റ്റുകളിൽ ധാരാളമായിട്ടുണ്ട്. അത് പക്ഷേ ഒന്ന് ഓർത്തോളൂ, അതിൽ നിന്ന് നമുക്ക് വിവേചിച്ചെടുക്കാൻ നമ്മുടെ തലമുറയ്ക്ക് അല്ലെങ്കിൽ ആളുകൾക്ക് ശക്തി ഇല്ലാതിരുന്നത് കൊണ്ടുണ്ടായ ചില അപജയങ്ങളേ ഉള്ളൂ. എന്ന് വെച്ചാൽ ദേവി ഭാഗവത പുരാണം വളരെ സയൻറ്റിഫിക് ആയിട്ടാണ് രുദ്രാക്ഷത്തിനെ പറഞ്ഞു വെച്ചേക്കുന്നത്. അതിലെ ഒരു ഉദാഹരണം എന്താ വെച്ചാൽ, ഇത് നമ്മുടെ കുട്ടികളോട് ഞാൻ പറയാണ്. അത് പറഞ്ഞത് രുദ്രാക്ഷം ധരിക്കണമെങ്കിൽ ഏറ്റവും മുഴുപ്പുള്ളത് ധരിക്കണം, വലുത്. മാഗ്നറ്റ് നമ്മൾ നോക്കുന്ന സമയത്ത് ഏറ്റവും വലിയ മാഗ്നറ്റിന് പവർ ഉണ്ടായിരുന്നത് മുമ്പ്. ഇപ്പോൾ അത് നമുക്ക് നാനോ ആക്കാൻ പറ്റും. മുമ്പ് നമുക്ക് വലിയ മാഗ്നറ്റിൽ കൂടുതൽ ഊർജം. ഇത് രുദ്രാക്ഷത്തിൻ്റെ കാര്യത്തിൽ വലിയ രുദ്രാക്ഷത്തിന് കൂടുതൽ മാഗ്നറ്റിക് ഫീൽഡ് ഓറ. അത് കഴിഞ്ഞ് പറഞ്ഞു, ഇത് ഓരോ കായം നിങ്ങൾ കൂടുതൽ എണ്ണം കൂട്ടിച്ചേർത്ത് ധരിക്കാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ ഇനിയും മാഗ്നറ്റിക് ഫീൽഡ് കൂട്ടാൻ പറ്റും. സാധാരണ നിലയ്ക്ക് 1+1 = 2 ആണെങ്കിൽ ഇവിടെ ഈ കാര്യത്തിൽ 1+1 = ബിഗ് 1 ആണ്. മീൻസ് എക്സ്പാൻഡഡ് ഓറ കിട്ടാൻ വേണ്ടിയിട്ട്, എക്സ്പാൻഡഡ് മാഗ്നറ്റിക് ഫീൽഡ് കിട്ടാൻ വേണ്ടിയിട്ട് നിങ്ങൾ നമ്പർ ഓഫ് ബീഡ്സ് കൂട്ടിച്ചേർക്കണം. അങ്ങനെ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് ദേവി ഭാഗവതം നിർദ്ദേശം കൊടുത്തു. അങ്ങനെ നിർദ്ദേശിക്കുന്ന സമയത്ത് തന്നെ ദേവി ഭാഗവതം ഉറപ്പിച്ച് പറഞ്ഞു, നിങ്ങൾ ഇതിൻ്റെ പൊളാരിറ്റി നോക്കിയിരിക്കണം. സയൻറ്റിഫിക് ആയിട്ടാണ് പറഞ്ഞത്. പുച്ഛം പുച്ഛേന യോജിയേത്, മുഖം മുഖേന യോജിയേത് എന്ന് ദേവി ഭാഗവതം പറഞ്ഞു. അത് ഇംഗ്ലീഷിലല്ലാത്ത കാരണം സയൻറ്റിഫിക് അല്ലെന്ന് വിചാരിക്കില്ലേ? അത് സയൻറ്റിഫിക് ആയിട്ട് വിചാരിച്ചാൽ അത് പോൾ മനസ്സിലാക്കി ഫേസ് ടു ഫേസ് ആൻഡ് ടെയിൽ ടു ടെയിൽ കോർക്കണം എന്നാണ്. മനസ്സിലായി. ദെൻ അങ്ങനെ കോർക്കണ സമയത്ത്
ചരടി കോർത്താൽ മതിയോ, ചാക്കി ചരടി കോർത്താൽ മതിയോ, സുത്തലി ചരടി കോർത്താൽ മതിയോ? പോരാ. അവർ പറഞ്ഞു സ്വർണമോ വെള്ളിയോ ചെമ്പോ. ഇത്ര ലോഹങ്ങൾ ഉപയോഗിക്കണം. എന്താണത്? നമുക്ക് ഉറപ്പായിട്ട് അറിയാം, അത് കണ്ടക്ടർ മെറ്റീരിയൽ. കണ്ടക്ടർ നമ്മൾ ഇലക്ട്രിസിറ്റിയിൽ ഉപയോഗിക്കുന്ന, നമ്മൾ നമ്മുടെ ബോർഡുകളിലും PCBകളിലും ഉപയോഗിക്കുന്ന വസ്തുവാണ് സ്വർണം, വെള്ളി, ചെമ്പ് എന്നുള്ളത്. അപ്പോൾ ആ കണ്ടക്ടർ മെറ്റൽ ഉപയോഗിക്കണം എന്നുള്ള നിർബന്ധം പറഞ്ഞു. അഥവാ പട്ടുനൂലെങ്കിലും വേണമെന്നൊന്നും കൂടി പറഞ്ഞു. സോ എന്താ, പട്ടുനൂല് സെമി കണ്ടക്ടറാണ്. മനസ്സിലായി മനസ്സിലായി. അപ്പം നിങ്ങൾക്ക് അഥവാ എന്ന് പറഞ്ഞോടുകൂടി തന്നെ അത് മൈനസ് ആയി കഴിഞ്ഞു. അപ്പോൾ ആ അഥവായിൽ നമ്മളോട് പറഞ്ഞു വെറുതെ ചരടെടുക്കരുതേ, പട്ടുനൂലെങ്കിലും എടുക്കണേ എന്ന് പറഞ്ഞു. അപ്പോൾ സെമി കണ്ടക്ടർ എഫക്റ്റ് എങ്കിലും കിട്ടും, കുറച്ച് കിട്ടും. ഇത് സയൻറ്റിഫിക് ആയിട്ട് ചെയ്തു വച്ച് ഈ പറഞ്ഞത് അനുസരിച്ച് പോന്നാലോ നമുക്ക് കൃത്യമായിട്ടുള്ള സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു മാല കിട്ടിക്കഴിഞ്ഞു. സയൻറ്റിഫിക് ആയിട്ടുള്ള ഒരു നമ്മുടെ യൂസ് നടന്നു കഴിഞ്ഞു. ജേർണൽസ് ഉപയോഗിക്കാം, ബനാറസ് ഹിന്ദു യൂണിവേഴ്സിറ്റിയുടെ റെഫറൻസ് ഉപയോഗിക്കാം, ദേവി ഭാഗവത് ഉപയോഗിക്കാം, മറ്റുള്ള നമ്മുടെ എല്ലാ സനാതനി ടെക്സ്റ്റുകളും ഇതിനുവേണ്ടി ഉപയോഗിക്കാൻ കഴിയും. രുദ്രാക്ഷത്തിൻ്റെ ഇപ്പം അങ്ങ് പറഞ്ഞല്ലോ, അതിൻ്റെ ഒരു മാഗ്നറ്റിക് ഫീൽഡിനെ പറ്റി പറഞ്ഞല്ലോ, നമുക്കതൊന്ന് കാണാൻ കഴിയുമോ? നമുക്ക് രുദ്രാക്ഷത്തിൻ്റെ ഫീൽ ചെയ്യാൻ പറ്റും. ഫീൽ ചെയ്യാൻ പറ്റും. നമ്മൾ രണ്ട് കൈകളും ഇങ്ങനെ വെറുതെ കൂട്ടി അടുത്തടുത്ത് കൊണ്ടുവരുന്ന സമയത്ത് കുറച്ച് സമയം ഇങ്ങനെ ആക്കി കഴിയുമ്പോൾ നമുക്കൊരു ഫീൽഡ് അവിടെ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. പറ്റാറുണ്ട്. സാധാരണ കുട്ടികൾ സ്കൂളിലൊക്കെ ഇങ്ങനെ കളിക്കാറുണ്ട്. ഈ നമ്മുടെ കൈയിൻ്റെ തന്നെ ഫീൽഡുകളാണത്. നമ്മുടെ രണ്ട് പോളുകൾ നമ്മളിങ്ങനെ കൊണ്ടുവരുമ്പോൾ നമുക്കൊരു ഫീൽഡ് കിട്ടാറുണ്ട്. ആ ഫീൽഡ് നമുക്ക് രസമുണ്ട്, നമുക്കിങ്ങനെ കളിക്കാറുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ഈ ഏത് വസ്തുവിനെയും വെച്ചിട്ടും അങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും. ഒരു രുദ്രാക്ഷ നമുക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമോ? മനുഷ്യരുടെ ഓറ നമുക്ക് അങ്ങനെ ചെക്ക് ചെയ്യാൻ പറ്റും. ഈ സാധാരണ ഉണ്ടല്ലോ സാറേ, ഇങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുമ്പോൾ സംശയാലുക്കളുണ്ടല്ലോ, നമ്മുടെ പ്രേക്ഷകരിലും മറ്റുള്ളവരുള്ള സംശയാലുകൾ, ഇവരിതൊരു പ്ലെസീബോ എഫക്റ്റ് ആണ് എന്ന് പറയുന്ന ധാരാളം ആൾക്കാരുണ്ട്. അതായത് നിങ്ങൾ ആദ്യം ഇത് പറഞ്ഞ് മനസ്സിലാക്കിയിരിക്കുകയാണ്, നിങ്ങൾക്കിത് കാണിക്കാനാവില്ല എന്ന് പറയുന്നൊരു വിഭാഗമുണ്ട്. അങ്ങനത്തെ ഒരു വിഭാഗമുണ്ട്. അവരോട് നമുക്ക് എന്ത് പറയാൻ പറ്റും? ഈ മാഗ്നറ്റിക് ഫീൽഡ് ഞാൻ കൊച്ചിയിൽ നടന്ന ഒരു പഴയ രുദ്രാക്ഷ എക്സിബിഷൻ ആരോ ചെയ്തതിൽ എന്നെ കാണാൻ വന്ന ഒരു ക്ലയൻറ്റ് എന്നോട് പറഞ്ഞു, ഞാൻ അന്ന് എക്സിബിഷനിൽ പോയിട്ട് അവിടെ ചെന്ന് നോക്കുമ്പോൾ രുദ്രാക്ഷത്തിൻ്റെ കൂടെ എക്സിബിറ്റ് ചെയ്തേക്കുന്നതിൻ്റെ കൂടെ ഒരു കടലാസ് വെച്ചേക്കുന്നു, ഇത്ര മീറ്റർ ദൂരം ഓറയുണ്ട് എന്ന് പറഞ്ഞിട്ട്, മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന്. അത് കണ്ടപ്പോൾ എനിക്ക് കൗതുകം തോന്നുകയും ഞാൻ അതിനെ ചെക്ക് ചെയ്യുകയും ചെയ്തു. അദ്ദേഹം റേക്കി മാസ്റ്ററാണ്. അദ്ദേഹം എനർജി വെച്ച് കൈ വെച്ച് നോക്കി ആ പർട്ടിക്കുലർ പീസ് എത്ര ദൂരം വരെ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടെന്ന് കണ്ടുപിടിച്ചു. വച്ച് നോക്കുമ്പോൾ നമ്മുടെ എക്സിബിറ്റർ ഓടി വന്നിട്ട് പറഞ്ഞു, സാർ ഒരു മിനിറ്റ് നിൽക്കണേ, ഞാനൊന്ന് അളന്ന് നോക്കിക്കോട്ടെ, ഞങ്ങൾ എഴുതി വെച്ചേക്കുന്നത് താൻ കണ്ടുപിടിച്ചതും ഒന്നാണോ? അത് ടാലിയായി. ഓക്കെ, മനസ്സിലായി. ഇനി ഇതിപ്പോൾ അവർ ഏതോ ഒരു സിസ്റ്റം ഉപയോഗിച്ച് അവർ അവിടെ എഴുതി വെച്ചു, അതെനിക്കറിയില്ല എന്തായിരുന്നു. എനിവേ, നമുക്ക് പുതിയ മെക്കാനിസങ്ങൾ ഉണ്ടായി വരുന്നുണ്ട് ഇലക്ട്രോണിക്കലി. അതിൽ നമുക്ക് മൾട്ടിമീറ്റർ, ഇൻഡസ്ട്രിയൽ മൾട്ടിമീറ്റർ അല്ലെങ്കിൽ ഏറ്റവും സൂക്ഷ്മമായിട്ടുള്ള ഊർജ്ജങ്ങളെ അളക്കാൻ പറ്റുന്ന മൾട്ടിമീറ്റർ ഉപയോഗിച്ച് നോക്കിയാൽ ഇതിൻ്റെ ഇലക്ട്രിക് ചാർജ് നമുക്ക് കാണാൻ പറ്റും. സൂക്ഷ്മമായിട്ടുള്ള ഇലക്ട്രിക് ചാർജ് കാണാൻ പറ്റും. ഇലക്ട്രോ മാഗ്നറ്റിക് ഫീൽഡാണ് നമ്മൾ ഇതിലുണ്ടെന്ന് വിചാരിക്കുന്നത്. അത് മനുഷ്യ ശരീരത്തിൻ്റെ ഓറയുടെ സിമിലറുമാണ്. അതുകൊണ്ടാണ് ഇത് മനുഷ്യൻ ധരിക്കുന്നതോടുകൂടി മനുഷ്യൻ്റെ ഓറയുമായി മെർജ് ചെയ്ത് കയറി അവർക്ക് വർക്ക് ചെയ്യുന്നതായി മാറുന്നത്. എല്ലാവരും പറയുന്നൊരു വാക്കാണല്ലോ ഓറ. അതെന്താന്നൊരു ചുരുക്കി പറയാമോ സാറേ? ഓറ എന്താ? ഓറ എന്ന് പറഞ്ഞാൽ മറ്റൊന്നുമില്ല, നമ്മൾ ക്വാണ്ടം ഫിസിക്സിൻ്റെ ഇപ്പോഴത്തെ ഭാഷയിലെ വെളിച്ചത്തിൽ മനസ്സിലാക്കുമ്പോൾ നമ്മൾ കാണുന്ന എല്ലാ പദാർത്ഥങ്ങളും എല്ലാ വസ്തുക്കളും പാക്കറ്റ് ഓഫ് എനർജി ആണെന്നാണ് അവർ പറയുന്നത്. അതെ. ആ പാക്കറ്റ് ഓഫ് എനർജിയുടെ കോർ ഏരിയ മാത്രമാണ് അത് കൂടുതൽ എനർജി കൂടുതലാവുകയും അതിന് പ്രവർത്തിക്കാൻ പറ്റാത്ത തരത്തിൽ സാച്ചുറേറ്റഡ് ആയി പോവുകയും ചെയ്തിട്ട് ഷേപ്പായി മാറുന്ന ഭാഗം ആണ് നമ്മൾ മെറ്റീരിയലായിട്ട് മാറിയത്. അതെ. അപ്പോൾ അതിൻ്റെ ബാക്കി ഭാഗം എന്ന് പറഞ്ഞതുണ്ട്, അതിൻ്റെ ആ ഭാഗം ഒരു ഫീൽഡ് മാത്രമായിട്ട് നിൽക്കുകയാണ്. ആ ഫീൽഡിനെ മാത്രമാണ് നമ്മൾ ഓറ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഓറയും പൂർണ്ണമായിട്ട് ഓറയോടുകൂടി കോർ ഏരിയയും കൂടി ചേരുമ്പോഴേ ഈ ആള് അല്ലെങ്കിൽ ഈ വസ്തു പൂർണ്ണമാകുന്നുള്ളൂ. അപ്പോഴാണ് അതുപോലെയാണ് രുദ്രാക്ഷം വർക്ക് ചെയ്യുന്നത്. രുദ്രാക്ഷത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മനുഷ്യന് ഇത്രയും വലിയ തടിച്ച നമ്മളൊക്കെ നമുക്കുണ്ടാകുന്ന ഓറയുടെ ഫീൽഡ് ഒരു 8 അടിയൊക്കെ ചുറ്റളവിൽ ഉണ്ടാവുള്ളൂ എന്നാണ് ഏകദേശം ഒക്കെ ആൾക്കാർ ഓറലായിട്ട് ഇങ്ങനെ പറഞ്ഞു പോണേ. ഇത്ര കറക്റ്റ് ഒന്നും ആയിട്ടല്ല. അതിനെപ്പറ്റിയുള്ള പഠനങ്ങൾ നമ്മുടെ നാട്ടിലൊക്കെ വളരെ കുറവായിരിക്കും. അപ്പോൾ ഒരു 8 അടി ചുറ്റളവിലുള്ള എൻ്റെ കയ്യിലിരിക്കുന്ന ഈ ഇത്തിരി പോകുന്ന രുദ്രാക്ഷത്തിന് ചിലപ്പോൾ 16 30 അടി ചുറ്റളവിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ട്. ഗംഭീരം. അതാണ് 8 മുഖ രുദ്രാക്ഷം എടുത്ത് കയ്യിൽ വെച്ച് നോക്കി അതിന് 8 അടി ഉണ്ട് ഓറാന്ന് കണ്ടു. കുറച്ച് വലിയ സൈസിലുള്ള 8 മുഖ രുദ്രാക്ഷം എടുത്ത് വെച്ചപ്പോൾ അതിന് 16 അടി ഓറയുണ്ട്.
അതാണ് അതിന് ക്വാളിറ്റിയും വ്യത്യാസവും വിലയും വ്യത്യാസവും ഒക്കെ വരാൻ കാരണം. ചെറിയ രുദ്രാക്ഷത്തിന് കുറച്ച് ശക്തിയേ ഉള്ളൂ, കുറച്ചുകൂടി വലിയ രുദ്രാക്ഷത്തിന് കുറച്ചുകൂടി വലിയ ശക്തി ഉണ്ടെന്ന് മനസ്സിലായി ആളുകൾക്ക്. ഇത് 16 മുഖ രുദ്രാക്ഷം എടുത്ത് വെച്ചാൽ എന്തായിരിക്കും സ്ഥിതി? 8ന്റെ ഇരട്ടി. 16 മുഖ രുദ്രാക്ഷത്തിന് ഒരു ഒരു 40 അടി 50 അടി ചുറ്റളവിൽ മാഗ്നറ്റിക് ഫീൽഡ് ഉണ്ടാവും. മനസ്സിലായി. 8 അടി കേവലം 8 അടി ഓറയുള്ള ഞാൻ ഒരു 40 അടി ഓറയുള്ള ഒരു രുദ്രാക്ഷം വാങ്ങിച്ച് എന്നിലേക്ക് ധരിക്കുമ്പോൾ എൻ്റെ ഓറയും രുദ്രാക്ഷത്തിൻ്റെ ഓറയുടെയും എനർജി സിമിലർ ആയതുകൊണ്ട് മെർജ് ആവും. എന്നിട്ട് ഏതാണോ വലുത് അതായി തീരും എൻ്റെ ഓറ. അപ്പം ഞാനൊരു എക്സ്പാൻഡഡ് 40 ഫീറ്റ് ഓറയുള്ള ആളായി മാറി. കോൺസെൻട്രേറ്റഡ് 8 അടി ഓറയുള്ള ആളാണ്. നല്ല അതിശക്തമായ 8 അടിയുടെയും എക്സ്ട്രാ ഒരു 32 അടിയും ഓറയുള്ള ആളായി ഞാൻ മാറി. അപ്പോൾ ഇനി ഒരേ ഒരു ചോദ്യം കൂടെ ഉള്ളൂ. എന്തെങ്കിലും നെഗറ്റീവ് എഫക്റ്റ്, മോശം എഫക്റ്റ് രുദ്രാക്ഷത്തിലുണ്ടോ? രുദ്രാക്ഷത്തിൽ നിന്ന് ഈശ്വരീയമായിട്ടുള്ള ലെവൽ ഓഫ് കോൺഷ്യസ്നസ് ഉയർന്നു നിൽക്കുന്ന സത്വഗുണപ്രധാനമായിട്ടുള്ള ഒരു വസ്തുവാണ് ഇത്. ഇതിന് നിഗ്രഹശേഷി ഒന്നുമില്ല. ഇതിനെല്ലാവരും ഇരിക്കുന്നിടത്തിനെ മുഴുവനും എംപവർ ചെയ്യുക, ലെവൽ ഓഫ് കോൺഷ്യസ്നസ് കൂട്ടി കൊടുക്കുക, അതിനെ ശുദ്ധീകരിക്കുക, അതിൻ്റെ അടുത്ത് വരുന്ന ആളുകളെ എല്ലാവരും ഒരേപോലെ ശുദ്ധീകരിക്കുക എന്ന് മാത്രമേ ഉള്ളൂ. ചന്ദനം എന്ന് പറയുന്ന മണത്തിൻ്റെ സ്മെല്ലിങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നത് എന്തെങ്കിലും അത് ഒരു നെഗറ്റീവായിട്ട് ദുർഗന്ധം വഹിപ്പിച്ചായിട്ട് നമുക്ക് കേട്ടുകേൾവിയില്ലല്ലോ. ഇല്ല. അതുപോലെ തന്നെ രുദ്രാക്ഷത്തിൽ നിന്നും ഒന്നും ഭയക്കാനില്ല നമുക്ക്. സന്തോഷം. അപ്പോൾ ധാരാളം ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടി. വളരെ സന്തോഷം. ഇനിയും കൂടുതൽ അറിവിനായിട്ട് സമീപിക്കാം. നമസ്കാരം.